മിശിഹായാൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ചെറിയ കഥ. വഴിയുടെ ഒത്ത നടുവിൽ ഒരു കല്ലുരുട്ടി വെച്ച് മാർഗതടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു രാജാവ്. അദ്ദേഹം ഇങ്ങനൊരു കല്ല് വെച്ചിട്ട് ആ കല്ലിൻ്റെ അടിയിൽ വലിയൊരു നിധിയും കരുതി വെച്ചു. വഴിപോക്കർ പലരും ആ വഴിയെ കടന്നുപോയി. ചിലർ ഈ കല്ല് കണ്ടിട്ട് ഭരണകൂടത്തിൻ്റെ അനാസ്ഥയെ കുറ്റപ്പെടുത്തി. വേറെ ചിലർ നിസ്സഹായാവസ്ഥയെയും പിടിപ്പുകേടിനെയും കുറ്റപ്പെടുത്തി. വേറെ കുറച്ച് പേര് റോഡ് സുരക്ഷ ഉറപ്പാക്കാതെ ഇഷ്ടമുള്ള പോലെയൊക്കെ പണി തീർത്തു പോയ എൻജിനീയേഴ്സിനെയും ജോലിക്കാരെയും കരാറുകാരെയും കുറ്റപ്പെടുത്തി. ഫ്ലൈയിങ് സ്ക്വാഡിനെ പഴിച്ചു. എന്താ ഇങ്ങനെ ഒരു കല്ല് കണ്ടിട്ട് ഇത് നീക്കാനായിട്ട് ഇവർക്കൊന്നും മനസ്സില്ലാത്ത, ഇവർ ശ്രദ്ധിക്കാത്തതെന്ന്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കർഷകൻ ആ വഴിയെ വന്നു. അയാൾ ഈ കല്ല് കണ്ടു. അയാൾ കഷ്ടപ്പെട്ട് തനിച്ച് അധ്വാനിച്ച് ആ കല്ല് അവിടെ നിന്ന് ഉരുട്ടി മാറ്റി. ഉടനെ ആ നിധി അദ്ദേഹത്തിന് ലഭിച്ചു. രാജാവ് നിധി പേടകം മുഴുവൻ അദ്ദേഹത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു. ഇതാണ് കഥ. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ആരാണ് വഴിയൊരുക്കുന്നത്? ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല എന്ന്. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. പ്രിയമുള്ളവരെ, ആരാണ് വഴിയൊരുക്കുന്നത്? വഴിയൊരുക്കുക എന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്, ഒരു ദൗത്യമാണ്. വഴി ഒരുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, വഴിയുടെ ആവശ്യകത ബോധ്യപ്പെടുന്നവർ വഴിയൊരുക്കാൻ ഒരുങ്ങും. മാത്രമല്ല, തൻ്റെ പിന്നാലെ വരുന്നവർക്ക് യാതൊരു ആപത്തും വരരുതെന്ന് കരുതലുള്ളവരും വഴിയൊരുക്കാനായിട്ട് ഒരുങ്ങും. അപ്പോൾ വഴിയുടെ പ്രാധാന്യവും വഴിയുടെ ആവശ്യകതയും അറിയുന്നവരെ വഴിയൊരുക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കൂട്ടർ ആരാണ് വഴിയൊരുക്കുന്നതെന്ന് ചോദിച്ചാൽ, തൻ്റെ പിന്നാലെ വരുന്നവർക്ക് ഒരു തരത്തിലും മാർഗതടസ്സങ്ങൾ ഉണ്ടാകരുത്, അവർ വളരെ സന്തോഷത്തോടെ സുഗമമായി ജീവിക്കണം, നടക്കണം എന്നാഗ്രഹിക്കുന്നവരും വഴിയൊരുക്കും. മൂന്നാമത്തെ കൂട്ടർ നിലവിലുള്ള വഴിയിൽ എന്തോ പന്തികേടുണ്ടെന്നവന് തോന്നുന്നവർ പുതിയ വഴി വെട്ടാനായിട്ട് ഒരുങ്ങും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിലവിൽ ഒരു വഴിയുണ്ട്, അതിലെന്തോ കുറവുണ്ട്, പന്തികേടുണ്ട് എന്ന് തിരിച്ചറിയുന്നവരും വഴിവെട്ടാനായിട്ട് ഒരുങ്ങും. അതുകൊണ്ടാണ് കവി NN കക്കാട് തൻ്റെ കവിതയിൽ വഴിവെട്ടുന്നവരോട് എന്ന കവിതയിൽ ഇങ്ങനെ പറഞ്ഞത്: ഇരുവഴിയിൽ പെരുവഴി നല്ലു, പെരുവഴി പോ ചങ്ങാതി, പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, നടന്നു പതിഞ്ഞ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ എനിക്കും നമുക്കും ഒക്കെ വളരെ എളുപ്പമാണ്. ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല, ആരെയും ശ്രദ്ധിക്കേണ്ടതില്ല. എന്നാൽ എപ്പോഴെങ്കിലും ഒരു പുതിയ വഴി വേണമെന്നും പുതിയ വഴിയെ നടക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ കവിതയുടെ 4 വരികളിൽ പറഞ്ഞ പോലെ പല ദുരിതങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും ഒരു പുതിയ വഴി വെട്ടണമെങ്കിൽ. പഴയ വഴിയിലെ പോകാനായിട്ട് നമുക്കൊക്കെ എളുപ്പമാണ്, നമ്മൾ അത് തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നടന്നു പതിഞ്ഞ വഴിയെ നടക്കാൻ ഇഷ്ടമില്ലാതെയും പുതിയ വഴി വെട്ടിത്തെളിച്ച് വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. നമുക്കറിയാം ആ വ്യക്തി ആരാണെന്ന്. സ്നാപകയോഹന്നാൻ. സ്നാപകയോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ഈ സ്നാപകയോഹന്നാന് അതുവരെ ഉണ്ടായിരുന്ന ആളുകൾ നടന്ന വഴിയെ നടക്കാൻ ഇഷ്ടമില്ല. അദ്ദേഹം ആ വഴിയിൽ കൂടെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, അതിലൂടെ നടക്കാൻ ആഗ്രഹിക്കാത്തതിൻ്റെ പേരിൽ എന്നാൽ യാത്ര ചെയ്യണ്ട എന്നല്ല വെച്ച് പുതിയ വഴി വെട്ടാൻ ആ മനുഷ്യൻ ഒരുങ്ങുകയും ചെയ്തു. അങ്ങനെ സ്നാപകയോഹന്നാൻ കർത്താവിശംശിഹായുടെ വഴി വെട്ടിക്കൊണ്ട്, കർത്താവിശംശിഹായ്ക്കുള്ള വഴിയൊരുക്കിക്കൊണ്ട് സ്നാപകയോഹന്നാൻ കടന്നു വരുന്ന അതീവ ഹൃദ്യമായ ഭാഗങ്ങളാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പുതുവഴി വെട്ടാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില എന്താ പ്രിയപ്പെട്ടവരെ? സ്വന്തം ജീവൻ തന്നെയാണ്. സ്നാപകയോഹന്നാൻ പുതിയ വഴി ഒരുക്കാനായിട്ട് വന്നു, ശിരസറ്റുപോയി. അതുകൊണ്ടാണ് പുതുവഴി വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ എന്ന അനുഭവത്തോടുകൂടി കവി പാടാനുള്ള കാരണവും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പുതിയ വഴി വെട്ടാൻ ഒരുങ്ങിയാൽ പല തരത്തിലുള്ള അപകട സൂചനകളും ഈ വചനഭാഗം നമുക്ക് സ്നാപകയോഹന്നാനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്.
കർത്താവിന് വഴിയൊരുക്കുവിൻ എന്ന് പറഞ്ഞാൽ പുതിയ വഴിയെക്കുറിച്ചാണ് സൂചന. പഴയ വഴി ഒരുക്കാനായിട്ട് പറയേണ്ട കാര്യമില്ല, അത് നിലവിലുണ്ട്. സ്നാപക യോഹന്നാൻ പറഞ്ഞു കർത്താവിന് വഴിയൊരുക്കുക. എന്നിട്ട് പറഞ്ഞു കുന്നുകളെല്ലാം നികത്തപ്പെടും, ഋജുവായതൊക്കെ ശരിയാക്കപ്പെടും, വളഞ്ഞവ നേരെയാക്കപ്പെടും. പ്രിയപ്പെട്ടവർ ഓർക്കണം, അപ്പോൾ കർത്താവിന് വഴിയൊരുക്കാൻ സ്നാപക യോഹന്നാൻ വന്നപ്പോൾ ആ മനുഷ്യന് അനുഭവിക്കേണ്ടി വന്ന ദുരിത കാഴ്ചകളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്ന തടസ്സങ്ങളും എത്രയോ അധികമാണെന്ന് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ പോലും കൊടുക്കേണ്ടി വന്നത് കർത്താവ് ശമിശിഹായ്ക്ക് പുതിയ വഴി വെട്ടിയതിൻ്റെ പേരിൽ. അങ്ങനെ ഈശോയ്ക്ക് പുതിയ വഴി ഒരുക്കണമെങ്കിൽ നമ്മളൊക്കെ വിശ്വാസത്തിൻ്റെ പുതിയ പാതയിലൂടെ ചരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ശബ്ദങ്ങളായിത്തീരണം. അതാണ് സ്നാപകനെ കുറിച്ച് പറഞ്ഞത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം എന്ന്. ആരൊക്കെയാണോ രൂപങ്ങളായിത്തീരാൻ ആഗ്രഹിക്കുന്നത് അവർക്കാർക്കും പുതിയ വഴി വെട്ടാനായിട്ട് സാധിക്കില്ല. പഴയ വഴിയിലൂടെ നടക്കാൻ പോലും സാധിക്കില്ല, പരാജിതരായിത്തീരും. പുതിയ വഴി വെട്ടണമെങ്കിലും കർത്താവിൻ്റെ പിന്നാലെ പോകണമെങ്കിലും ഈശോയെ അനുഗമിക്കുമെങ്കിലും നമ്മളൊക്കെ ശബ്ദങ്ങളായിത്തീരണം. സ്നാപക യോഹന്നാനെ കുറിച്ച് വീണ്ടും പറഞ്ഞത് ഇങ്ങനെയല്ലേ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം, അതുപോലെ തന്നെ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം, വെട്ടുകിളിയും കാട്ടുതേനും ഭക്ഷണം എന്ന് വെച്ചാൽ ലളിതമായ ജീവിതശൈലി സ്വീകരിക്കുകകൂടി ചെയ്യുമ്പോഴാണ് പുതിയ വഴി വെട്ടാനായിട്ട് സാധിക്കുന്നതും പുതിയ വഴിയെ ജീവിക്കാനായിട്ട് സാധിക്കുന്നതും. ഈശോ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന്. ഞാനാകുന്ന വഴിയിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സാധിക്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, മരുഭൂമിയിലെ ശബ്ദങ്ങളായി തീരാൻ സ്നാപക യോഹന്നാനെ പോലെ ഇന്ന് കർത്താവ് ശമിശിഹ നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ പുതിയ വഴി വെട്ടാനും ആ വഴിയിലൂടെ അനേകർക്ക് കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ. രക്ഷാകര ചരിത്രത്തിൽ മരുഭൂമി എന്നും ശക്തമായ ഒരു പ്രതീകമാണ്. അത് നമുക്കറിയാം. മോശ, പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം വചനത്തിലാണ് മോശയ്ക്ക് ദൈവാനുഭവങ്ങൾ ലഭിക്കുന്നത്. അത് മരുഭൂമിയിൽ വെച്ച്. ദാവീദ് 1 സാമുവേലിൻ്റെ പുസ്തകം 23-ാം അധ്യായം 14-ാം വചനത്തിൽ ദാവീദ് രാജാവും തെരഞ്ഞെടുക്കപ്പെടുന്നതും ഇങ്ങനെ ആ ബാലനായ മനുഷ്യൻ മഹാരാജാവായി തീരുന്നതിൻ്റെ ആരംഭമൊക്കെ മരുഭൂമിയിൽ വെച്ചിട്ടാണ്. ഏലിയ പ്രവാചകന് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 3-4 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഏലിയ പ്രവാചകൻ മരുഭൂമിയിൽ വെച്ച് ദൈവഹിതം ഗ്രഹിച്ചവരാണ് ഇവരെല്ലാവരും തന്നെ. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് അതിനായിട്ട് ഒരുങ്ങുന്നതും മരുഭൂമിയിൽ വെച്ചാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വചനത്തിലും, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനത്തിലും നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ്. പുതിയ വഴി വെട്ടാനും പുതിയ വഴിയിലൂടെ ജീവിക്കാനും ഒരുങ്ങുന്നവർക്കൊക്കെ മരുഭൂമി അനുഭവം ഉണ്ടായേ മതിയാവും. എന്താണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പം മരുഭൂമിയുടെ പ്രത്യേകത? അത് മരുഭൂമി ശൂന്യതയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. മരുഭൂമി രൂപരാഹിത്യമാണ്. മരുഭൂമി ഇല്ലായ്മയെ കാണിച്ചു തരുന്നു. മരുഭൂമി നിസ്സഹായാവസ്ഥയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ജീവിക്കാനായിട്ട് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വിഷമവും ഉള്ള ഒരു സ്ഥലമാണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് പരിശീലനം സിദ്ധിച്ചവരാണ് മഹാരഥന്മാരായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന എല്ലാ വ്യക്തികളും തന്നെ. ഇപ്പം നമ്മൾ ഏതാനും ചിലരെ കണ്ടു. മോശയും ദാവീദും അഹറോനും ഏലിയായും ഇങ്ങനെ ഒട്ടനവധി വ്യക്തികൾ. ഇതാ സ്നാപക യോഹന്നാനും പിന്നെ ഇതാ കർത്താവ് ശമിശിഹായും. ഒട്ടനവധി വ്യക്തികൾ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നതും ഒപ്പം തുടർന്നുള്ള കാലഘട്ട ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെയും തിന്മകളെയും അതിജീവിക്കാനുള്ള ശക്തി കിട്ടുന്നതും മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള മരുഭൂമി അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇതുവരെ ഇല്ല എങ്കിൽ നമുക്കുണ്ടായിരിക്കണം. ശൂന്യമായ ജീവിതാവസ്ഥ, ആരും സഹായിക്കാനില്ലല്ലോ, ആരും നമ്മുടെ കൂടെ ഇല്ലല്ലോ, ആരും സ്നേഹിക്കുന്നില്ലല്ലോ, ഒരു തരം വല്ലാത്ത ശൂന്യത. മാത്രമല്ല എല്ലാവരും ശത്രുക്കളായിട്ട് ചുറ്റും നിൽക്കുന്നവർ ശത്രുക്കളായിട്ട് അനുഭവപ്പെടുന്ന ഒരവസ്ഥയും.
ഈശോയ്ക്ക് അങ്ങനെയായിരുന്നു. ഈശോയുടെ അടുത്തേക്ക് പിശാചാണ് വന്ന് പ്രലോഭിപ്പിക്കാനായിട്ട്. സ്നാപയോഹന്നാൻ്റെ ചുറ്റുപാടും ശത്രുക്കൾ മാത്രമായിരുന്നു, കൊല്ലാനായിട്ട് കാത്തു നിൽക്കുന്ന രാജാവും രാജ്ഞിയും പരിവാരങ്ങളും തന്നെ. പ്രിയപ്പെട്ടവരെ ഓർക്കണം, അപ്പോൾ ചുറ്റും മിത്രങ്ങൾക്ക് പകരം ശത്രുക്കളും, ഏതെങ്കിലും തരത്തിലുള്ള നല്ല നല്ല സാഹചര്യങ്ങൾക്ക് പകരം എല്ലാ തരത്തിലുള്ള അരക്ഷിതാവസ്ഥയും, മരുഭൂമി അനുഭവം എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ സർവ്വസാധാരണങ്ങളും നിത്യ അനുഭവങ്ങളും ഒക്കെയാണ്. ഇതിലൂടെയാണ് പ്രിയപ്പെട്ടവരെ പുതിയ വഴി വെട്ടാനും പുതിയ വഴിയെ ചരിക്കാനും കർത്താവ് യേശു മിശിഹാ നമുക്ക് ഉൾക്കരുത്തും മനക്കരുത്തും ശക്തിയും നൽകി അനുഗ്രഹിക്കുന്നത്. ഈശോ പുതിയ വഴി വെട്ടാൻ തുടങ്ങിയതുകൊണ്ടല്ലേ കുരിശിലേറി മരിക്കേണ്ടി വന്നത്. അതാണ് ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയിൽ വെച്ച് നമ്മൾ കാണുന്നുണ്ട്. രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു മിശിഹാ പിതാവായ ദൈവത്തോട് പറഞ്ഞു, പിതാവേ, സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം നീ മാറ്റിത്തരണം. അതായത് പുതിയൊരു വഴിവെട്ടലിനുള്ള ഒരുക്കം, ആ വഴി വേണ്ടെന്ന് വെപ്പിക്കണം. ഇനി അതല്ല, ഈ വഴി ഉണ്ടായേ തീരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുക്കമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവ് യേശു മിശിഹാ ഗെത്സമേൻ തോട്ടത്തിൽ നിന്നും ഒരു വഴി വെട്ടി തുടങ്ങി. അത് ചെന്ന് അവസാനിച്ചത് എവിടെയാണെന്ന് നമുക്കറിയാം, കാൽവരിയിലെ മരക്കുരിശിലാണ്. ഒരു പുതിയ വഴി വെട്ടി തുറന്നു. ഈശോ കാണിച്ചു തന്ന ഈ പുതിയ വഴിയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി രക്തം ചിന്തുന്ന പുതിയ വഴി, ശത്രുക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന പുതിയ വഴി, ശത്രുക്കളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പുതിയ വഴി കർത്താവ് യേശു മിശിഹാ കാണിച്ചു തന്നു. അതൊരു വഴിവെട്ടലായിരുന്നു, പുതിയ വഴിയുടെ ഒരു തുടക്കം തന്നെയായിരുന്നു. ഇതിലൂടെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നവർ വിരൽ എണ്ണാവുന്നവർ മാത്രമല്ല, അനേകായിരമാണ്, ശതലക്ഷങ്ങളാണ്. ഓർക്കണം, അന്ന് കർത്താവ് യേശു മിശിഹാ കാണിച്ചു തന്ന, വെട്ടിത്തുറന്ന് തന്ന ഒരു പുതിയ വഴിയാണ് രക്തത്തിൻ്റെ താഴ്വര പോലെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ടുള്ള ഒരു വഴി. അന്നുവരെയും പുതിയ വഴികൾ വെട്ടിയിരുന്നത് മറ്റുള്ളവരെ രക്തം ചിന്തിക്കൊണ്ടായിരുന്നു. മറ്റുള്ളവരെ രക്തം ചിന്തി മറ്റുള്ളവരെ നിഹനിച്ച് പുതിയ വഴി വെട്ടിത്തുറക്കുന്ന ഒട്ടനവധി വ്യക്തികൾ അന്ന് വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഈശോയാകട്ടെ മറ്റുള്ളവരെ രക്തം ചിന്തുന്നതിന് പകരം സ്വന്തം രക്തം ചിന്തിക്കൊണ്ടും സ്വന്തം ജീവനെ കൊടുത്തുകൊണ്ടും ഒരു പുതിയ വഴി വെട്ടി തുറന്നു. ഒരു പുതിയ സംസ്കാരത്തിന് കർത്താവ് യേശു മിശിഹാ ആരംഭം കുറിച്ചു. അതാണ് കർത്താവ് യേശു മിശിഹായോട് ഈ ഈശോ ഇങ്ങനെ പറഞ്ഞത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ പക്കലേക്ക് ആരും പോകുന്നില്ല എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രൂപരഹിതമായ ശൂന്യതയിൽ ദൈവസ്വരം മുഴങ്ങിയപ്പോഴാണ് സൃഷ്ടി സംഭവിച്ചത്. കർത്താവ് യേശു മിശിഹായും സർവത്ര നിസ്സഹായാവസ്ഥയിലും ശൂന്യാവസ്ഥയിലും ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടന്ന് മരിച്ചപ്പോഴാണ് എല്ലാ മനുഷ്യർക്കും ഒരു പുതിയ വഴി വെട്ടി തുറക്കുന്ന അനുഭവവും ആ പുതിയ വഴിയെ പോകാനായിട്ട് മനുഷ്യകുലം മുഴുവൻ പഠിച്ചതും. ഈശോ ഇങ്ങനെ ചെയ്തെങ്കിൽ ഓർക്കണം, കർത്താവ് യേശു മിശിഹാ ഈശോയിൽ സംഗമിക്കുന്ന പുതു സൃഷ്ടിയുടെ ഒരു സൂചനയാണ് ആരംഭത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നതും ഒപ്പം മരക്കുരിശിൽ കാണുന്നതും. കർത്താവിന് വഴിയൊരുക്കുന്നവർ കേവലം ദൈവസ്വരങ്ങളായിട്ട് മാത്രം അവശേഷിക്കണം എന്നുള്ള വലിയ സൂചന കൂടി ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് സ്നാപയോഹന്നാൻ പറഞ്ഞത്, ഞാൻ വഴിയല്ല, രക്ഷാമാർഗവുമല്ല, എന്നാൽ ഞാനിതാ വഴി കാണിക്കാനും വഴി വെട്ടാനും വന്ന ആളാണ്. പലരും ചോദിച്ചു, നീ മിശിഹായാണോ, ഏലിയായാണോ, പ്രവാചകന്മാരിൽ ആരെങ്കിലുമാണോ? അസന്നിഗ്ധമായി സ്നാപയോഹന്നാൻ പറഞ്ഞു, ഒരു സംശയം കൂടാതെ, ഞാൻ മിശിഹായല്ല, ഞാൻ പ്രവാചകന്മാരിൽ ആരുമല്ല, ഏലിയായല്ല, ഞാൻ വെറും ശബ്ദമാണെന്ന്. പ്രിയപ്പെട്ടവരെ, പുതിയ വഴി വെട്ടി ക്രിസ്തുവിനായി വഴിയൊരുക്കുന്നവരുടെ പ്രഥമ ലക്ഷണം അത് ജീവിത ലാളിത്യം തന്നെയാണ്. കർത്താവ് യേശു മിശിഹായ്ക്കായി പുതിയ വഴി വെട്ടി പുതിയ വഴി തുറക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ലാളിത്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. പ്രശസ്ത സാഹിത്യകാരൻ ആനന്ദ് മീര എന്ന തൻ്റെ കഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലർ ചെരുപ്പുകളിട്ട് നടക്കും, മറ്റുള്ളവർ സ്വയം ചെരുപ്പുകളായി തീരും. അവർ കല്ലിലും മുള്ളിലും കൂടി നടന്ന് മറ്റുള്ളവർക്ക് വഴിയൊരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഭാഗത്തിൽ ഏത് തരത്തിൽപ്പെട്ടവരാണ്? ചെരുപ്പിട്ട് നടക്കുന്നവരാണോ, മറ്റുള്ളവർക്ക് വേണ്ടി ചെരുപ്പുകളായി തീരുന്നവരാണോ? പ്രിയപ്പെട്ടവരെ, ചെരുപ്പിട്ട് നടക്കാതെ സ്വയം ചെരുപ്പുകളാകാൻ കഴിയുന്നവർക്ക് മറ്റുള്ളവർക്കായി
തലമുറകൾക്കായി വഴികൾ ഒരുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഇങ്ങനെ ചെരുപ്പിട്ട് നടന്നവരല്ല, ചെരുപ്പുകളായി തീർന്നവരാണ്. അങ്ങനെ ചെരുപ്പുകളായി തീർന്ന് കല്ലിലും മുള്ളിലൂടെയൊക്കെ നടന്ന് അവിടെയുള്ള കല്ലും മുള്ളും എല്ലാം മാറ്റിക്കളഞ്ഞ് പുതുവഴി വെട്ടിയ മാതാപിതാക്കളാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, അവർ തെളിച്ചു തന്ന വഴിയിലൂടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും പുതിയ വഴിയിലൂടെ നടക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കുന്നത്. ഈ മാതാപിതാക്കൾ ചെരുപ്പുകളായി തീർന്നു, അവരാരും തന്നെ ചെരുപ്പിട്ട് നടന്നിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ പറയാനുണ്ടായിരിക്കും. നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച കാര്യങ്ങൾ, നമുക്ക് വേണ്ടി അവർ ഏറ്റെടുത്ത കഷ്ടപ്പാടുകൾ, അവർ സഹിച്ച സഹനങ്ങൾ, അവരുടെ അധ്വാനങ്ങൾ, അവരുടെ വിയർപ്പുകൾ, നമുക്ക് വേണ്ടി സന്തോഷങ്ങൾ മാറ്റിവെച്ച് സുഖങ്ങൾ മാറ്റിവെച്ച് രാപ്പകലില്ലാതെ നമ്മളെ ശുശ്രൂഷിച്ചതിൻ്റെ കണ്ണുനീരിൽ കുതിർന്ന കഥകൾ ഒട്ടനവധി എനിക്കും നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ട്. കാരണം എന്തേ, അവരോരോരുത്തരും പുതിയ വഴികൾ വെട്ടിത്തുറന്നു. അവരോരോരുത്തരും ചെരുപ്പുകളായി തീർന്നവരാണ്. അവരാരും തന്നെ ചെരുപ്പ് ഇട്ട് നടന്നവരല്ല. നമ്മുടെ കാലിൽ മുള്ളു കൊള്ളരുത്, നമ്മുടെ ജീവിതത്തിന് ഒരു പോറൽ പോലും പറ്റരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് ചെരുപ്പുകളായി തീർന്നവരാണ് അവരോരോരുത്തരും. നമുക്കറിയാം, ഹൈറേഞ്ചിലേക്കും വയനാടൻ മലകളിലേക്കും ഒക്കെ ഇടുക്കിയിലേക്കും അതുപോലെ തന്നെ മലബാർ ദേശങ്ങളിലേക്കൊക്കെ കുടിയേറി പാർത്ത ഒട്ടനവധി വ്യക്തികൾ നമ്മുടെ കേരളത്തിൽ, മധ്യ കേരളത്തിൽ നിന്നും തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ കുടിയേറി പാർത്തവർ, അവരൊക്കെ ജീവിത സാഹചര്യങ്ങളോട് ശക്തമായ വിധത്തിൽ പടവെട്ടിയാണ് ഹൈറേഞ്ചിലും മലബാറിലും ഒക്കെ ജീവിതം ഒന്ന് കരുപ്പിടിപ്പിച്ചു കൊണ്ടുവന്നത്. അവരൊക്കെ ചെരുപ്പുകളായി തീർന്നവരാണ്. ആ തലമുറ മുഴുവനും ചെരുപ്പുകളായി തീർന്നു. കല്ലിലും മണ്ണിലൂടെയും നടന്നും പടവെട്ടിയും പ്രതികൂല ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ചും മുന്നോട്ട് നീങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ സഹിച്ചതും ഏറ്റെടുത്തതും? തലമുറകളുടെ കാലിൽ മുള്ളുകൊള്ളരുതെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട്, തൻ്റെ മക്കൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒട്ടനവധി വൈദികരുണ്ട്, ഒട്ടനവധി സന്യസ്തരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. ഈ ത്യാഗത്തിൽ സംബന്ധിച്ച് ഈ ത്യാഗത്തിലൂടെ കടന്നുപോയി തലമുറകൾക്കായി പുതുവഴി വെട്ടിയവർ, അവരൊക്കെ ചെരുപ്പുകളായി തീർന്നവരാണ്. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ചെരുപ്പുകളായി തീർന്ന ഓരോരുത്തരെയും നമുക്കൊക്കെ സ്മരിക്കുകയും അവരെയൊക്കെ വണങ്ങുകയും ആദരിക്കുകയും ചെയ്യാം. തോമാസ് ലീഹ ചോദിച്ചില്ലേ, കർത്താവെ, പിതാവിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന്. ശിഷ്യന്മാരോട് ഈശോ ചോദിച്ചു, നിങ്ങളും എന്നെ വിട്ടു പോകുന്നില്ലേ? അവർ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ എവിടെ പോകാനാ? അങ്ങേ വിട്ട് മറ്റെവിടെ പോകും? അങ്ങാണ് വഴി, അങ്ങാണ് ജീവൻ, അങ്ങാണ് സത്യം. പ്രിയപ്പെട്ടവരെ, പുതുവഴി വെട്ടാൻ നമുക്കൊരുങ്ങാം. പുതുവഴി വെട്ടുന്നവർക്കേ കർത്താവ് മിശിഹായുടെ സ്നേഹം അതിൻ്റെ ആഴത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ ഈശോ കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പഴയ വഴികളെ ത്യജിച്ചും പുതുവഴി വെട്ടാനും നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. വഴിയും സത്യവും ജീവനുമായ കർത്താവ് എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തുറന്നിടുന്നുറവെനിക്കായി സ്വർഗതാതൻ, നിലയ്ക്കാതൊഴുകും ഉറവ. തുറന്നിടുന്നുറവെനിക്കായി സ്വർഗതാതൻ, നിലയ്ക്കാതൊഴുകും ഉറവ. തുറന്നിടുന്നുറവെനിക്കായി സ്വർഗതാതൻ, നിലയ്ക്കാതൊഴുകും ഉറവ. തുറന്നിടുന്നുറവെനിക്കായി സ്വർഗതാതൻ, നിലയ്ക്കാതൊഴുകും ഉറവ.
വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല എന്നരുളി ചെയ്ത പൊന്നു തമ്പുരാനെ, ഈ ആരാധനാ സമയത്ത് അങ്ങേ ഹൃദയം തുറന്ന് ആരാധിക്കുവാൻ, മനമൊരുകി പ്രാർത്ഥിച്ച് ആരാധിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഈശോയെ തെറ്റായ വഴികളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നന്മയുടെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും വഴിയിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ തിരുമനസ്സാകണമേ. യെശയ്യാ പ്രവാചകനിലൂടെ അങ്ങ് അരുളി ചെയ്തില്ലേ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന്. ഈശോയെ, അങ്ങ് പറഞ്ഞു തരുന്നതനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങ് കാണിച്ചു തരുന്ന വഴിയെ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിച്ച് അനുഗ്രഹിക്കണമേ. സ്നാപക യോഹന്നാനെ പോലെ പുതിയ വഴിയിലൂടെ കടന്നു വരുവാനും കർത്താവെ അങ്ങേ അനുഗമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈശോയെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അങ്ങ് അരുളി ചെയ്തില്ലേ, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന്. ദൈവമേ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങാകുന്ന വഴിയിലൂടെ മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാ തരത്തിലുള്ള തിന്മയുടെ പാതയിലൂടെ ഇന്ന് എത്രയോ അധികം വ്യക്തികളാണ് ചരിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുകവലിയുടെയും ദുശ്ശീലങ്ങളുടെയും ദുഷ്ട സ്വഭാവത്തിൻ്റെയും അക്രമത്തിൻ്റെയും പാതയിലൂടെ ചരിക്കുന്നവർക്ക് അനുതാപം കൊടുത്ത് മാനസാന്തരം കൊടുത്ത് കർത്താവെ പ്രാർത്ഥനയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ പാതയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ തിരുമനസ്സാകണമേ. പൊന്നു തമ്പുരാനെ, ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ആരാധനാ സമയത്ത് ഈശോയെ വഴിയായി സത്യമായി ജീവനായി അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും എഴുന്നള്ളി വരാൻ തിരുമനസ്സാകണമേ. പൊന്നു തമ്പുരാനെ, എത്രയോ മക്കളാണ് അങ്ങാകുന്ന വഴിയിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈശോയെ, ഞങ്ങൾ പുതിയ വഴികൾ വെട്ടി പുതിയ വഴിയിലൂടെ മുന്നേറാനായിട്ടുള്ള ശക്തിയും കൃപയും ആത്മീയമായ സിദ്ധികളും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പഴയ വഴികൾ, പാപത്തിൻ്റെയും തിന്മയുടെയും വഴികൾ നിശേഷം വിട്ടുപേക്ഷിക്കുവാൻ ഈ ആരാധനാ സമയത്ത് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഈശോയെ, പുതിയ വഴി വെട്ടുമ്പോൾ ഉണ്ടാകുന്ന ത്യാഗങ്ങൾ, സഹനങ്ങൾ, വേദനകൾ അതെല്ലാം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് കാഴ്ചയായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദിവ്യകാരുണ്യനാഥ, അങ്ങയിൽ നിന്നും ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ദിവ്യകാരുണ്യനാഥ, പുതിയ വഴിയിലൂടെ മുന്നേറാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്നാപക യോഹന്നാനെ പോലെ ജീവിതകാലം മുഴുവനും അങ്ങ് കാണിച്ചു തരുന്ന വഴിയിലൂടെ ആത്മാവാൽ നിറഞ്ഞ ജീവിതം നയിക്കുവാനുള്ള ശക്തി കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്താൻ തിരുമനസ്സാകണമേ. ഈശോയെ, അങ്ങ് അരുളി ചെയ്തില്ലേ, അനുതപിക്കുക, മാനസാന്തരപ്പെടുക എന്ന്. ദൈവമേ, അനുതാപത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരണമേ. പശ്ചാത്താപത്തിന്റെ മാർഗത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ. ദൈവമേ, അങ്ങ് ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഒരു പുതിയ വഴി വെട്ടി രക്തം ചിന്തിക്കൊണ്ടുള്ള വഴി, അത് പിതാവിന്റെ പക്കലേക്ക് സകലരെയും എത്തിക്കുന്ന വഴിയായിരുന്നല്ലോ കർത്താവെ. ഗെത്സമേൻ തോട്ടം മുതൽ കാൽവരി കുന്നിലെ കുരിശ് വരെയുള്ള അങ്ങയുടെ വഴിയിലൂടെ മുന്നേറുന്ന ഓരോ മക്കളെയും കർത്താവെ അങ്ങ് തന്നെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരെ രക്തം ചിന്തിക്കൊണ്ടല്ല, സ്വന്തം രക്തം ചിന്തിക്കൊണ്ടാണല്ലോ കർത്താവെ അങ്ങ് പുതിയ വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, അങ്ങ് പുതിയ മാർഗമായി തീർന്നത്. ഈശോയെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങളെയും പുതിയ വഴിയിലൂടെ ജീവിക്കാൻ പഠിപ്പിക്കണമേ. പുതിയ വഴികൾ വെട്ടി തുറക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, അങ്ങ് കാണിച്ചു തന്ന വഴിയിലൂടെ തോമാസ് സ്ലീഹായെ പോലെ കർത്താവെ, അങ്ങല്ലാതെ മറ്റെവിടേക്കാണ് ഞങ്ങൾ പോണത്? അങ്ങാണല്ലോ പിതാവിനുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പൊന്നു തമ്പുരാനെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ അങ്ങയെ ഒന്ന് ചേർന്ന് ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറയുന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. മുന്നിൽ ഇരുമ്പഴി തുറന്നിടുമേ, ചങ്ങലകളഴിഞ്ഞു മാറും കൺമുന്നിൽ ഇരുമ്പഴി തുറന്നിടുമേ. ഒരുമയോട് ആരാധിക്കുകിൽ അസാധ്യം സാധ്യമാക്കി മാറ്റിടും ദൈവം. ഒരുമയോട് ആരാധിക്കുകിൽ
അസാധ്യം സാധ്യമാക്കി മാറ്റിടും ദൈവം. തുറന്നിടുന്നുറവെനിക്കായി സ്വർഗതാതൻ, നിലയ്ക്കാതൊഴുകും ഉറവാ.